ആശാവർക്കർമാരുമായി സംസ്ഥാന സർക്കാർ വീണ്ടും ചർച്ച നടത്തുമെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ആരോഗ്യമന്ത്രി നേരിട്ടാണ് ചർച്ച നടത്തുക. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ച നിശ്ചയിച്ചത്. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ മനസ്സിലാക്കുന്നത് വിനീഷ് ഇപ്പോൾ സമരപ്പന്തലിൽ ഉണ്ട് എന്നാണ്. ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് വളരെ കൃത്യമായി ആശമാർ നിലപാടെടുത്തിരിക്കുകയാണ്. അവരുടെ ജീവിത പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടതെന്ന ഉറച്ച നിലപാടും ആശമാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. എന്തെല്ലാമാണ് സമഗ്ര വിവരങ്ങൾ? NHM ഡയറക്ടറേറ്റിലാണ് 11 മണിയോടുകൂടി ആശാവർക്കർമാരുമായുള്ള ഒരു ചർച്ച നടന്നത്. ആ ചർച്ചയിൽ കൃത്യമായ രീതിയിൽ ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഒപ്പം അപ്പോൾ NHM ഡയറക്ടർ പ്രത്യേകിച്ച് ഈ ആശാവർക്കർമാരെ അറിയിച്ചിരുന്നത് ഇത്തരത്തിലാണ്: നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിലവിൽ മന്ത്രിയുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു അവസരമൊരുക്കാം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നിലവിൽ സാമ്പത്തിക സ്ഥിതി അത്രയ്ക്ക് ഭദ്രമല്ല. അതുകൊണ്ട് തന്നെ ഓണറേറിയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വർധനവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇപ്പോൾ സാധിക്കില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ NHM ഡയറക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ പ്രധാനമായും ആശാവർക്കറുടെ സമരസമിതി നേതാക്കളെ അറിയിച്ചിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കളെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നിയമസഭാ മന്ദിരത്തിൽ 3 മണിയോട് കൂടിയാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. എന്തായിരുന്നാലും ആശ്വാസകരമായ വാർത്തകളിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ വരിക എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം പല ഘട്ടങ്ങളിലും സർക്കാർ ഇവരുമായി പല തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഓണറേറിയം, അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവർ വഴങ്ങില്ല, പ്രത്യേകിച്ച് ആശാവർക്കർമാർ വഴങ്ങില്ല എന്ന ഒരു നിലപാടിലേക്ക് ആശാവർക്കർമാർ കടുത്ത ഒരു സമരത്തിലേക്ക് വരും ദിവസങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിയോടുകൂടി ചർച്ചയ്ക്ക് ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തും. ആ ചർച്ചയിൽ നേരത്തെ ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്ന വിവിധ ആവശ്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവർ ആവർത്തിക്കുക. ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകും വരെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് വർക്കർമാർ നമ്മോടൊപ്പം ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമരപന്തലിൽ സ്ഥിരം അവർ ഉള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വീണ്ടും സമരത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. എങ്ങനെ നോക്കണം? അപ്പം അടുത്ത ചർച്ചയിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അവകാശങ്ങൾ നേടിത്തരുന്നുള്ള ഒരു സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. ആ ചർച്ച വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 3 മണിയായപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു തീരുമാനത്തിൽ എത്തും എന്നുള്ളൊരു ഉറപ്പിലാണ്. ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ സർക്കാരിൻ്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ 2ാം ഘട്ട ചർച്ചയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആ 2ാം ഘട്ട ചർച്ചയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് അല്ലേ? 2ാം ഘട്ട ചർച്ചയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. കാരണം ഇന്നേക്ക് 38 ദിവസമായി സ്ത്രീകൾ രാപ്പകൽ നടക്കുന്ന ഒരു സമരമാണ്. അപ്പോൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി, പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നല്ല തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ഉറപ്പിലാണ് ഇനി 3 മണി വരെ ഇരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണോ കാത്തിരിക്കുന്നത്? വലിയ പ്രതീക്ഷയോടെ കൂടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആശാ വർക്കർമാരെയും 38 ദിവസം കൊണ്ട് മഞ്ഞും മഴയും വെയിലും ഒന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. ഈ മന്ത്രിക്ക് കാണാൻ കണ്ണില്ലയോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി നമ്മൾ സർവേ എടുത്തു കൊടുക്കുന്ന, ഇപ്പോഴും ആൻറ്റിനേറ്റർ പ്രഗ്നൻറ്റ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഏത് സമയത്തും നമ്മൾ, എന്നിട്ട് ഞങ്ങൾ വരാം എന്ന് പറയുന്നു. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഇനിയും പോകണം. ഞങ്ങളെ നിരന്തരം അവർ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സമരത്തിലാണെന്ന് പറയുന്നു. അവർ വിളിച്ച് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രി ഇനിയും ഞങ്ങളെ ഇവിടെ ഇട്ട് ഇരുത്തിപ്പിക്കരുത്. എന്താണ് ഈ മന്ത്രി കാണിക്കുന്നത്? ഞങ്ങൾ മഴയും വെയിലത്ത് രാത്രി എന്നുണ്ടോ പകലൊന്നുണ്ടോ? ഈ 38 ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലേ. എന്തെങ്കിലും ഒരു നടപടി എടുത്തേ മതിയാകൂ. ഇത്
ഇന്ന് തന്നെ ചർച്ചയിൽ വിളിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാ ആശാവർക്കർമാരും കാത്തിരിക്കുന്നത്. നമ്മളുടെ ഓണറേറിയ 21,000 ആക്കണം. ഞങ്ങൾ വിരമിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ പെൻഷനായി പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ അനുവദിച്ചേ മതിയാകൂ. ഞങ്ങൾ വെറും കൈയോടെ ചെന്ന് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തരാൻ ആരുമില്ല. ഞങ്ങൾ അവസാനം കടത്തിണ്ണയിൽ പോകേണ്ട ഗതി വരുത്തരുത്. അതുകൊണ്ട് മന്ത്രിയോട് വീണ്ടും ഇനി പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. എന്നും ഇത് തന്നെയല്ലോ ആവർത്തിക്കുന്നത്. ഇന്നത്തെ ഇത് പരിഗണിച്ചേ മതിയാകൂ. ഞങ്ങളല്ലാതെ ഇതിൽ നിന്നും പിന്മാറില്ല. ഞങ്ങൾക്ക് 21,000 രൂപ അനുവദിച്ചേ മതിയാകൂ. നീലിമ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് അത് 21,000 രൂപയിലേക്ക് എത്തിക്കണം. മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളിൽ നേരത്തെ ചർച്ച ചെയ്തതിന് സമാനമായ രീതിയിൽ ഉയർത്തി നൽകണം എന്ന ആവശ്യങ്ങൾ തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. 3 മണിക്ക് നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കളും മന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ വലിയ ശുഭപ്രതീക്ഷയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവർക്ക് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നീലിമ, വലിയ പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ ഇപ്പോഴും ഉള്ളത്. സംസ്ഥാന സർക്കാർ വീണ്ടും ചർച്ച നടത്തുകയാണ്. ആരോഗ്യമന്ത്രി നേരിട്ടാണ് ചർച്ച നടത്തുക. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ച നിശ്ചയിച്ചത്. 3 മണിക്കാണ് ചർച്ച നടക്കുക.